ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ഗോതമ്പ് പൊടിയും റവയും കൂടിയിട്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് റവ, പിന്നെ പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച്, പിന്നെ ഏലക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പ് കുറച്ച്, ബേക്കിംഗ് സോഡ ഒരു നുള്ള്, പിന്നെ എള്ള് ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് ഞാൻ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ റവ ഇട്ട് കൊടുത്തു, പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എള്ളിട്ട് കൊടുത്തു. ഇനി ഏലക്കായ, ഒരു നുള്ളു ഉപ്പ്, പിന്നെ ബേക്കിംഗ് സോഡ ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്കത് ഒരു ഇഡ്ഡലി ബാറ്ററില്ലേ, അതിൻ്റെ പാകമാണ് വേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ഇടുകയാണെങ്കിൽ നമ്മൾ അപ്പോഴേ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ മാവ് കലക്കിയിട്ട് 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ബാറ്ററി കണ്ടില്ലേ, നമ്മളൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇഡ്ഡലി ബാറ്ററിൻ്റെ പാകമാണിത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. നമ്മളിപ്പോൾ അപ്പോഴേ ഉണ്ടാക്കുകയല്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി നോക്കാനായിട്ട് ഒരു നുള്ള് മാവ് അതിലിട്ട് കൊടുക്കുക. കണ്ടില്ലേ, എണ്ണ ചൂടായി. ആ മാവ് നമുക്ക് ചട്ടുകം കൊണ്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ചെറിയ കയ്യിലെടുത്തിട്ട് മാവ് കോരിയിട്ട് അതിലേക്ക് ഓരോ കയ്യിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തു. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലായിട്ട് നമ്മൾ വെക്കണം. കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലപോലെ വേവണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാവ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മാവല്ല, നമ്മുടെ ഈ ഒഴിച്ച അപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ, മാറിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രൗൺ കളറാവും 2 സൈഡും. അപ്പം നമുക്കത് കണ്ടില്ലേ, കളറെല്ലാം മാറി ബ്രൗൺ കളറായി. ഇനി നമുക്കത് വാങ്ങാം. ഒന്ന് തലങ്ങും വിലങ്ങും 1-2 തവണ നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്കത് വാങ്ങാം. ഇപ്പം നമ്മുടെ സ്നാക്ക് റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.